പ്രിയങ്ക ഇതുവരെ വന്നില്ലല്ലോ മോളെ. അവളെ കുറെ വിളിച്ചു വച്ചാ ഫോൺ എടുക്കുന്നില്ല. എടുക്കില്ല, കാണാനും വരില്ല. അവൾ എന്നോട് പൊറുക്കില്ല. അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം മോളെ. എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന മാത്ര ആ പാവത്തിന്റെ ചെവിയിലെപ്പോഴുള്ളത്. കുറച്ചു സമയം അവൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നാല് അച്ഛനെ സംസാരിച്ച് അവളുടെ മനസ്സ് ശുദ്ധാക്കി എടുക്കാൻ പറ്റും. കഴിക്കേ, എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരാം. ഒരാളുടെയും മനസ്സ് വേദനിക്കരുതെന്ന അച്ഛന്. ഇപ്പോഴത്തെ വേദന അവൾ മറന്നേ പറ്റൂ. എന്തൊക്കെയാണ് കേൾക്കുന്നത്? സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാറുണ്ടല്ലോ. എന്നിട്ട് എന്താ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നേ? എങ്ങനെ പറയും? ഏട്ടനോട് അനിയന് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടന്നത്. ചെയ്യുന്നതിൽ നാണക്കേടില്ല, പക്ഷെ ഏട്ടനോട് പറയുന്നതിലാ ഇവന് നാണക്കേട് തോന്നുന്നത്. സൂര്യ, പറയാവുന്ന അത്ര ഞങ്ങൾ പറഞ്ഞു. പറയും തോറും ബഹളം കൂടുന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. നീയും രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണോ? അതെ. പ്രിയങ്കയെ ഉപേക്ഷിച്ച് അവളുടെ ഒപ്പം ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതെ. വിവാഹപ്പന്തലിൽ രാധികയാണ് നീ താലി കെട്ടി എന്നുള്ളത് സത്യമാണോ? സത്യമാ. ഈ കാര്യം ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം അറിയാമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മേ പ്രിയങ്ക എന്റെ ഭാര്യയാവുന്നത്? ഇവന്റെ തീരുമാനമാണ് ശരി. ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനാണ് എനിക്കും ഇഷ്ടം. അല്ല, സൂര്യ എന്തായി വിളിച്ചു പറയുന്നേ? എന്തായാലും കേമായിട്ടുണ്ട്. വരുൺ, ഈ നിലയ്ക്ക് ഇവര് രണ്ടുപേരെ മാത്രമല്ല വേറൊരാളെ കൂടി നോക്കിയാലും നിന്റെ ഏട്ടൻ അത് സമ്മതിച്ചു തരും. ഞാൻ അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ലെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാട്ടെത്തി. മനസ്സില് അത്തരം ചിന്തകളുള്ളവരെ തിരിച്ചറിയാനായിട്ട് ഏട്ടൻ പഠിപ്പിച്ചിട്ടുമില്ല. സൂര്യ, ഇതിനാണോ അച്ഛൻ നിന്നെ വിളിച്ചു വരുത്തിയത്? അല്ല, അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും. പക്ഷെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്കറിയാം. എടാ മണ്ട, ഇത് കുറച്ച് മുൻപെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നു. നീ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഏറ്റവും ഉറപ്പുള്ള ഒരാളാ ഞാൻ. ഞാൻ നിന്റെ കൂടെ നിൽക്കില്ലടാ. മോനെ സൂര്യ, നീയല്ല ദൈവം തമ്പുരാൻ കൂടെ നിന്നാ പോലും ഈ കാര്യം കണിമംഗലത്ത് നടക്കാൻ പോകുന്നില്ല. അല്ലേ എടുത്തി? ഇതെന്താ എടുത്തിയുടെ മക്കൾക്ക് പറ്റിയത്? പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല ഉർവശി. പത്മിനി 2 ആൺമക്കളെ പ്രസവിച്ചു. അവരെ അന്തസ്സോടെ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്റെ മോനെ പോലെ ഒരു ഗുണവും ഇല്ലാത്തവനായിട്ട് പത്മിനിയുടെ മക്കള് മാറിയിട്ടില്ല. എന്തായാലും
എനിക്ക് സമാധാനമായി. കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വെ മനസ്സിലാക്കുന്ന ഒരുത്തനെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അമ്മേ, വരുൺ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ജീവിക്കേണ്ടത് രാധികയാണ്. അത് നടത്താനാണ് നിങ്ങളൊക്കെ നോക്കേണ്ടത്, അല്ലാതെ മുടക്കാനല്ല. ഇന്നലെ രാത്രി മുതൽ പ്രിയങ്ക ഇവിടെ കാണാനില്ല. അവൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് പോലും അറിഞ്ഞൂടാ. അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അഥവാ പറ്റിയാലും നമ്മൾ അതിനെക്കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല. നീ പേടിക്കണ്ട. നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രാധികയുടെ കൂടെ തന്നെ ആയിരിക്കും. ഇത് നിന്റെ ഏട്ടൻ പറയുന്ന വാക്കാണ്.